ആഹാ കുശുമ്പത്തി ഡി ഇങ്ങോട്ട് നോക്കി. അവൻ അവളുടെ തോളിൽ കൈവച്ച്. അവൾ അവന്റെ കൈ തട്ടി മാറ്റി. വേണ്ട, എന്നോട് കൊഞ്ചാ വരണ്ട. അതെയോ, എന്നെ കുശുമ്പത്തിയുടെ കുശുമ്പ് മാറ്റിയിട്ടുള്ള ബാക്കി കാര്യം. അവൻ അവളുടെ അടുത്ത് ചേർന്ന് കിടന്ന് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളുടെ ചെവിയിൽ മൃദുവായി കടിച്ചു. അവൾ തലയിണയിൽ മുറുകെ പിടിച്ചു. അവൻ അവളെ തിരിച്ചു കിടത്തി അവളുടെ കഴുത്തിൽ തന്നെ മുഖമമർത്തി. അവളുടെ കൈകൾ കോർത്ത് പിടിച്ച് അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. അവരുടെ അധരങ്ങളും നാവുകളും തമ്മിൽ പ്രണയം കൈമാറി. ആനിയുടെ സ്വന്തം ഇസ. രചന രാജി ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഒന്നൂഞ്ഞേരി. ചേച്ചി എപ്പോഴാ വരിക? ഈസ ആനിയോടായി ചോദിച്ചു. ചേച്ചി നാളെ ഈവനിങ് എത്തുമോളെ. ചേച്ചി ഇല്ലാതെ ഒരു രസമല്ല, ഒന്ന് വേഗം വായോ. ചേച്ചി നാട്ടിലെത്തിയ ഉടനെ എൻ്റെ ഈസക്കുട്ടിയുടെ അടുത്തേക്ക് വരുമല്ലോ, അതുവരെ ഒന്ന് ക്ഷമിക്കടാ കുട്ടാ. ഓക്കെ ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളു. എന്ന മോള് കട്ട് ചെയ്തു. അതും പറഞ്ഞ് ആനി കോൾ കട്ട് ചെയ്ത് ബെഡിലേക്ക് മറിഞ്ഞു. അവൾ ചിന്തിക്കുകയായിരുന്നു, തൻ്റെ ആരുമല്ലാതിരുന്ന ഈസമോൾ എങ്ങനെ ഇന്ന് തനിക്ക് ഇത്ര പ്രിയപ്പെട്ടവളായി. ഒരു ദിവസം പോലും താൻ ഈസമോളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ തനിക്ക് പറ്റാത്തത് എന്താണ്? ഒരുപക്ഷെ തന്നെ പോലെ തന്നെ അവൾ അവളുടെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഇവൾ ആനി. മാളിയേക്കൽ തറവാട്ടിലെ മോഹൻ തോമസ് മാളിയേക്കലിന്റെയും മീര മോഹൻ മാളിയേക്കലിന്റെയും ഒരേ ഒരു മകൾ ആനി മോഹൻ മാളിയേക്കൽ. ആനിക്ക് 18 വയസ്സാകുന്നവരെ അവളുടെ പപ്പയോടും മമ്മിയോടൊപ്പം സ്വർഗതുല്യമായ ജീവിതമായിരുന്നു അവളുടേത്. എന്നാൽ ഒരു കാർ ആക്സിഡന്റിന്റെ രൂപത്തിൽ വിധി അവളുടെ പപ്പയുടെയും മമ്മിയുടെയും ജീവനെടുത്തു. പിന്നീടാണ് അവൾ അറിഞ്ഞത് അത് വെറും ഒരു ആക്സിഡന്റ് അല്ലായിരുന്നെന്നും തന്റെ പേരുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പപ്പയുടെ ബന്ധുക്കൾ നടത്തിയ കൊലപാതകമാണെന്നും. ആകെ തകർന്നുപോയ സമയങ്ങൾ. സ്നേഹം നടിച്ചടുത്തുകൂടിയ ബന്ധുക്കളുടെ തനിനിറം മനസ്സിലാക്കാൻ പപ്പയുടെ വിശ്വസ്തനായ ബാലു അങ്കിൾ വേണ്ടി വന്നു. പിന്നീട് ബാലു അങ്കിളുടെ സഹായത്തോടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഒരേ ഒരു ലക്ഷ്യത്തോടെ തന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തി തന്നെ അനാഥയാക്കിയവർക്ക് പപ്പയുടെ അധ്വാനത്തിന്റെ ഒരു പിടി മണ്ണ് പോലും നൽകില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ. അങ്ങനെ 5 വർഷമായി പപ്പ നേടിയതിനൊക്കെ അവൾ കാവൽക്കാരിയായിട്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസമോൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു വൈകുന്നേരം വെറുതെ കടൽ തീരത്തൂടി നടക്കുമ്പോൾ 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വയറിൽ കൈവച്ച് കരയുന്നു. അവളുടെ തൊട്ടടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയുടെ ഒരു ചെറുപ്പക്കാരൻ. എന്തോ അവരെ കണ്ട് തിരിഞ്ഞു പോകാൻ തോന്നിയില്ല. അവർക്കടുത്തേക്ക് ചെന്നു. എന്തു പറ്റി മോള് നിനക്ക് അറിയുന്നേ? അത് എന്താണെന്നറിയില്ല, മോൾക്ക് പെട്ടെന്ന് വയറുവേദനിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയായിരുന്നു. ആ ചെറുപ്പക്കാരൻ വേവലാതിയോടെ പറഞ്ഞു. ആനി ആ കുട്ടിയെ നോക്കി. എനിക്ക് കാര്യം മനസ്സിലായി. അവൾ അയാളോട് പറഞ്ഞു, അതെ, നിങ്ങളുടെ കൂടെ സ്ത്രീകളാരുമില്ലേ? ഇല്ല, ഇതെൻ്റെ പെങ്ങളാ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. വാ മോളെ, ഈ ചായ മോളെ എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള വയറുവേദന അല്ലേ മോൾക്ക്, അതാ നിങ്ങളോട് ഞാൻ സ്ത്രീകളാരില്ലെന്ന് ചോദിച്ചു. അയാൾക്ക് ആനി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നോണം അയാളുടെ മുഖത്ത് സന്തോഷവും അതോടൊപ്പം മോളുടെ അവസ്ഥയോർത്ത് സങ്കടവും തോന്നി. ഇല്ല, അവളെൻ്റെ പെങ്ങളാ, എനിക്ക് അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഞാനെങ്ങനെയാ മോളെ, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. ആനിക്ക് അയാളുടെ അവസ്ഥയിൽ സഹതാപം തോന്നി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ ചെറുപ്പക്കാരൻ അവളെ നോക്കി. നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? ആനി ചോദിച്ചു. ആ, ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങൾ മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തോളാം. അയാൾ മോളെയും കൊണ്ട് വണ്ടിയിൽ കയറി. ആനി അയാളെ ഫോളോ ചെയ്തു. ഇടയ്ക്ക് മോൾക്ക് ആവശ്യമായ ഡ്രസ്സും പാഡും വാങ്ങാൻ അവൾ മറന്നില്ല. അങ്ങനെ വീട്ടിലെത്തി. ആനി മോളെ കുളിപ്പിച്ച് അവളെ റൂമിലിരുത്തി. കുളിപ്പിക്കുന്നതിനിടയിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവളുടെ ടെൻഷൻ മാറ്റാനും ആനിക്ക് കഴിഞ്ഞു. മോളി ഇവിടെ ഇരുന്നോ കേട്ടോ, ചേച്ചി ഇപ്പോൾ വരാം. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. കുറച്ച് സമയം കൊണ്ട് ആനി അവൾക്ക് വേണ്ടപ്പെട്ട ആരോ ആയി മാറിയിരുന്നു. ആനി താഴേക്ക് വന്നപ്പോഴേക്കും അയാൾ ചായയുമായി വന്നിരുന്നു. എന്താ ചായ? ഇയാൾക്ക് ബുദ്ധിമുട്ടായില്ലേ? എനിവേ താങ്ക്സ്. ഓ, എന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ ഞാനൊക്കെ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കെ, എന്നാൽ ഇയാൾ ഇരിക്കുക, ഞാൻ മോൾക്ക് ചായ കൊടുത്തിട്ട് വരാം. അതെ, ഇപ്പം മോൾക്ക് ചായയിൽ കൊടുക്കേണ്ടത് വേറെ കുറച്ച് ഫുഡാ. അതെന്ത് ഫുഡാ? അത് കിച്ചൺ എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. ദാ അവിടെയാ കിച്ചൺ, താമ ഞാനും സഹായിക്കാം. അങ്ങനെ ആനി പറഞ്ഞ സാധനങ്ങൾക്ക് അയാൾ എടുത്തു കൊടുത്തു. അല്ല, ഞാൻ പേര് ചോദിക്കാൻ മറന്നു, മോളുടെ പേര് ചോദിച്ചു. ആനി അയാളെ നോക്കി പറഞ്ഞു. ഞാൻ എബിൻ ആന്റണി പാലക്കൽ, ഇവൾ ഇസ ആന്റണി പാലക്കൽ. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ അമ്മ അവളെ ഞങ്ങൾക്ക് തന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. അമ്മയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മ പോയി. 2 മാസങ്ങൾക്ക് ഇപ്പുറം പപ്പയും ഞങ്ങൾ വിട്ടുപോയി. 2 മാസം പ്രായമുള്ള എൻ്റെ ഈസ മോളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചെന്ന് എനിക്ക് എൻ്റെ മോളായിരുന്നു പിന്നെ എല്ലാം. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ചേച്ചി വരും, മിനി എന്നാ പേര്. അവൾ 2 ദിവസമായിട്ട് ലീവാണ്. അതാ വീട്ടിലാരില്ലെന്ന് ഞാൻ പറഞ്ഞേ. അല്ല, തന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ.
ഞാൻ ആനി മോഹൻ മാളിയേക്കൽ. അവൾ അവിടെ കഥ എബിയോട് പറഞ്ഞു. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ആഹാ, അപ്പൊ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് അല്ലേടാ? എബി ആനിയെ നോക്കി പറഞ്ഞു. അവളൊന്ന് മൂളി. അല്ല, അപ്പൊ ബാലു അങ്കിളിപ്പോ? 3 മാസം മുമ്പ് അങ്കിളും പോയി. അറ്റാക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി? ബാലു അങ്കിളി വിവാഹം കഴിച്ചിട്ടില്ല. അയ്യോ, കഥ പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. ഞാനിത് മോൾക്ക് കൊടുത്തിട്ട് വരട്ടെ. ആനിയും മുകളിലേക്ക് കയറിപ്പോയി. അപ്പൊ ശരി, എന്നാ ചേച്ചി ഇറങ്ങാൻ മോളെ, നാളെ വരാം. ചേച്ചി തനിച്ചാണെന്നല്ലേ പറഞ്ഞ്, അപ്പൊ ചേച്ചിക്ക് എൻ്റെ അടുത്ത് നിന്നൂടെ? ഈസ ചോദിച്ചു. അയ്യോ, അത് പറ്റില്ല മോളെ, ചേച്ചിക്ക് ഓഫീസ് പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ മോളി റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇച്ചാൻ പറയുന്ന കേട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ചേച്ചി നാളെ വരാം. ഉറപ്പായിട്ടും വരും ചേച്ചി? ഉറപ്പായിട്ടും വരും. ആനി അവളുടെ നെറ്റിയിൽ ഉമ്മയിച്ചുകൊണ്ട് പറഞ്ഞു. ആനി പുറത്തേക്ക് ഇറങ്ങി. ആ പിന്നെ മോൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൊടുക്കണം. പിന്നെ രാത്രി മോളുടെ റൂമിന് അരികിൽ തന്നെ ഉണ്ടാവണം. ആനി എബിയോട് പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എനിവേ താങ്ക്സ്. എന്തിനാ താങ്ക്സ്? ആനി എബിയെ നോക്കി. ആരുമല്ലായിരുന്നിട്ടും തീർത്തും അപരിചിതയായ മോൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? ഓഫീസിലെ തിരക്ക് എന്താണെന്ന് എനിക്കറിയാം. എന്നിട്ടും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ മാഷെ? അവൾ ചിരിയോടെ ചോദിച്ചു. അവളുടെ കാർ കണ്ണിൽ നിന്ന് മറയുന്നവരെ എബി നോക്കി നിന്നു. ഇസയുടെ ചടങ്ങ് കഴിയുന്നവരെ എല്ലാ ദിവസവും ആനി അവളെ കാണാൻ വന്ന് അവളുടെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കി. അവളുടെ ചേച്ചിയുടെ സ്നേഹസമ്മാനം ഇസക്കുട്ടിയുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ അവൾ ആനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആനിയുടെയും കണ്ണിന്ന് എബിയുടെയും കണ്ണുകളും നിറഞ്ഞു. പിന്നെ വല്ലപ്പോഴും ആനി ഇസയെ കാണാൻ പോകും. ചിലപ്പോൾ എബിയും ഇസയും ആനിയുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ 2 വർഷത്തിനിപ്പുറവും അവരുടെ സ്നേഹം കൂടുന്നതല്ലാതെ ഒരു പടി പോലും കുറഞ്ഞിട്ടില്ല. ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന്റെ ഭാഗമായി ഡൽഹിയിലാണ് ആനി. അവിടെ നിന്നാണ് ഇസമോളെ വിളിച്ചത്. കോളിംഗ് ബെല്ല് കേട്ട് മിനി ചേച്ചിയാണ് വാതിൽ തുറന്നത്. മിനി ചേച്ചി? ആനി മോള്? അവർ ചോദിച്ചു. അതെ, ചേച്ചിക്ക് എങ്ങനെ അറിയാം? എന്നെ മോൾക്ക് എങ്ങനെ അറിയാവൂ? അങ്ങനെ അവർ ചിരിയോടെ പറഞ്ഞു. വാ മോളെ. മോളെന്ത് ചേച്ചി? റൂമിലുണ്ട് മോളെ, ഞാൻ മോൾക്ക് കുടിക്കാനെടുക്കാം. ശരി ചേച്ചി. ആനി മുകളിലേക്ക് പോയി. ആനി പതുക്കെ ചെന്ന് ഈസയുടെ കണ്ണുപുത്തി. ആനി ചേച്ചി? ഈസ സന്തോഷത്തോടെ പറഞ്ഞു. ആനി അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾക്കായി വാങ്ങിയ ചോക്ലേറ്റ് അവൾക്ക് നൽകി. താങ്ക് യു ചേച്ചി. അവൾ ആനിയുടെ കവിളിൽ ഉമ്മ വെച്ചു. മിനി കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ച് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി. നേരം വൈകിയത് കാരണം എബി വരുന്നവരെ താൻ നിന്നോളാം എന്ന് പറഞ്ഞ് മിനി ആനിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം എബി വന്നു. ആ, താനെപ്പോഴും നാട്ടിലെത്തി? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ. പോയ കാര്യം ഓക്കെ ആയോ? ആ, ഈ ചായ വന്നാലോ? ചേച്ചി ഇനി പോട്ടെ മോളെ. വേണ്ട, രാത്രി ആയില്ലേ ചേച്ചി, നാളെ പോയാൽ മതി. അത് മോളെ, മോള് പറഞ്ഞാൽ ശരി, സമയം ഒത്തിരിയായി. വീട്ടിൽ തന്നെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ, നാളെ പോയാൽ പോരെ? എബി ചോദിച്ചു. അത് ഒരാതുമില്ല ചേച്ചി, നാളെ പോകുന്നുള്ളൂ. അവൾ ആനിയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. അങ്ങനെയൊന്ന് അവരവിടെ അടിച്ചു പൊളിച്ചു. ഈസക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. പിറ്റേന്ന് രാവിലെ ആനി വീട്ടിലേക്ക് പോയി. കുറച്ചു ദിവസത്തിന് ശേഷം ഓഫീസിൽ നിന്ന് വന്ന എബി കണ്ടത് സങ്കടത്തോടെ ഇരിക്കുന്ന ഇസയാണ്. എന്താ മോളെ, എന്തു പറ്റി? ചേച്ചി 2 ദിവസമായി വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അതാണോ? അത് ചേച്ചിക്ക് ഓഫീസിൽ ജോലിയാണ് മോളെ. ഫ്രീ ആകുമ്പോൾ എന്തായാലും ചേച്ചി വിളിക്കും. എത്ര ബിസിയാണെങ്കിലും ചേച്ചി എന്നെ വിളിക്കുന്ന, എനിക്ക് ചേച്ചിയെ കാണിച്ചായ. ഓക്കെ, ഇച്ചാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എബി വിളിച്ചിട്ട് ആനി ഫോൺ എടുത്തില്ല. ഈസയുടെ അടുത്ത് മിനിയാക്കി എബി ആനിയുടെ ഓഫീസിലേക്ക് പോയി. എന്നാൽ 2 ദിവസമായിട്ട് മാഡം ലീവാണെന്നാണ് ഒരു സ്റ്റാഫ് പറഞ്ഞത്. എബി നേരെ ആനിയുടെ വീട്ടിലേക്ക് പോയി. കോളിംഗ് ബെല്ലടിച്ച് കുറേ സമയത്തിന് ശേഷമാണ് വാതിൽ തുറന്നത്. താനെന്നോട് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? വെറുതെ മനുഷ്യനെ. ആനിയുടെ കോലം കണ്ട് എബി പറയാൻ വന്ന് പാതിൽ നിർത്തി. ഡോ ആനി, ഇതെന്താ? തനിക്കെന്താ പറ്റി? അത് എനിക്ക് 2 ദിവസം കൊണ്ട് പനി ഏൽപ്പിച്ച. മോളെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയ ഞാൻ മോള് വിളിച്ചിട്ട് എടുക്കാഞ്ഞ്. ഇപ്പൊ താൻ വിളിക്കാത്തതുകൊണ്ട് അവൾക്ക് അതിലും സങ്കടം. താൻ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ മെഡിസിൻ കഴിച്ചു. കയറി വായിപ്പിച്ച. തിരിഞ്ഞത് വീഴാൻ പോയ ആനിയെ എബി താങ്ങി പിടിച്ചു. അവരിരുവരും പരസ്പരം നോക്കി. ഡോ, എന്താ ഇത്? തനിക്ക് നടക്കാൻ വയ്യല്ലോ, വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ബിച്ച, റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പനി എനിക്കുള്ളൂ. അതെ, അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. താനൊന്നും പറയണ്ട, വേറെ റെഡിയാവുന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും വീഴാൻ പോയ ആനി എബി താങ്ങി പിടിച്ച് നടത്തിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം എബി അവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ പനിച്ചിട്ട് താനിനി അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. തനിക്ക് വയ്യെന്നറിഞ്ഞപ്പോൾ എല്ലാ പിണക്കങ്ങളും മാറി അവൾ ആനിയെ ശുശ്രൂഷിച്ചു. മോളെ, മോൾ കൂടി പനി പിടിക്കേണ്ട, മോള് റൂമിലേക്ക് പോയിക്കോ. ആനി അവളോട് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. എങ്കിലും ആനിയുടെ നിർബന്ധത്തിൽ അവൾ റൂമിലേക്ക് പോയി. 2 ദിവസം ഓഫീസിൽ പോകാതെ എബി വീട്ടിൽ നിന്ന് ആനിയുടെ കാര്യങ്ങളെല്ലാം നോക്കി. മിനിയുടെ മോൾക്ക് സുഖമില്ലാത്തതിനാൽ മിനി ഒരു വീക്ക് ലീവാണ്. രാത്രി മോളുടെ റൂമിൽ വെള്ളം വെച്ച് തിരിഞ്ഞടന്ന എബി ആനിയുടെ റൂമിൽ വെളിച്ചം കണ്ട് അങ്ങോട്ടേക്ക് പോയി.
റൂം തുറന്നു നോക്കിയപ്പോൾ അവൾ പപ്പയുടെയും മമ്മിയുടെയും ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയായിരുന്നു. അവൻ ഡോറിൽ ചാരി നിന്നു. പപ്പ, മമ്മി, നിങ്ങളെന്നെ തനിച്ചാക്കി പോയപ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ചു. എനിക്കിനി ആരില്ലെന്ന് ഓർത്തായിരുന്നു. എന്നാൽ ഇപ്പം എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനൊക്കെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുക പപ്പ. പപ്പയോടും മമ്മിയോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് ഞാൻ വെറുതെ ഞാൻ കേട്ടു പറഞ്ഞൊക്കെ. എബി അവൾക്കരികിലേക്ക് വന്നു. അതെ, ഇനി പരിഭവങ്ങളൊക്കെ നാളെ പറയാം. അങ്ങനെ ഇപ്പം എനിക്ക് പരിഭവങ്ങളൊന്നും ഇല്ല. ഇച്ചായ, താനെന്താ വിളിച്ചേ? ഇച്ചായെന്ന് എന്തേ? അല്ല, ഇതുവരെ എബിച്ചെന്നല്ലേ വിളിച്ചിരുന്നേ. പെട്ടെന്ന് മാറിയപ്പോ അവൾ അവനെ നോക്കി കുസൃതിയോടെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ. എബി അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഇച്ചായൻ പറഞ്ഞ ശരിയാ. ഇന്ന് ഇച്ചായൻ എന്നെ ചേർത്ത് പിടിച്ച് നടന്നപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എന്തോ ഒരു വല്ലാത്ത സുരക്ഷിതത്വം എനിക്ക് തോന്നി. അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ഈ സുരക്ഷിതത്വം എന്നും വേണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടോ? എബി അവളുടെ കൈക്ക് പുറത്ത് തന്നെ കൈവച്ച് ചോദിച്ചു. അവൾ അവനെ നോക്കി. അവളുടെ മിഴികൾ നിറഞ്ഞു. അതിലൂടെ അവൾ തന്റെ സമ്മതം അവനെ അറിയിച്ചു. അവൻ അവളുടെ കരങ്ങൾ പിടിച്ച് തന്റെ അധരങ്ങളോട് ചേർത്തു. അവളുടെ മുഖം അവൻ തന്റെ കൈകളാൽ ഉയർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഇരുകൈകളാലും അവളെ പൊതിഞ്ഞ് പിടിച്ചു. ഇടക്കുണർന്ന ആനിയുടെ അടുത്ത് കിടക്കാനായി വന്ന ഈസ ഇത് കണ്ട് സന്തോഷം അടക്കാനാവാതെ അവരെ ശല്യപ്പെടുത്താതെ തന്റെ റൂമിലേക്ക് പോയി കിടന്നു. അവൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം കണ്ട സന്തോഷത്തിലായിരുന്നു അവൾ. പിറ്റേന്ന് രാവിലെ ഈസ നോക്കുമ്പോൾ ബെഡിൽ ചാരിയിരുന്നുറങ്ങുന്ന എബിയെയും അവന്റെ കരവലയത്തിൽ അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നുറങ്ങുന്ന ആനിയെയുമാണ് കണ്ടത്. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഇരുവരെയും തട്ടി വിളിച്ചു. അവരിരുവരും പെട്ടെന്ന് ഞെട്ടിയുണർന്ന് അവളെ നോക്കി. പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ട് അവരിരുവരും ചാടി എഴുന്നേറ്റു. അല്ല, അത് മോളെ, ഞങ്ങൾ വെറുതെ. എബി എന്ത് പറയണമെന്നറിയാതെ ആനിയെ നോക്കി. അവളും അതേ അവസ്ഥയിലായിരുന്നു. വേണ്ട, രണ്ടുപേരും ചമ്മണ്ട. വേറൊന്നും പറയാനും നോക്കണ്ട. ഒന്നുമില്ലെങ്കിലും 10-15 വയസ്സായ ഒരു പെൺകൊച്ചല്ലേ ഞാൻ. നിങ്ങളുടെ റൂട്ട് എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഇന്നലെ തന്നെ അറിഞ്ഞതാ. ഇന്നലെ ഇടയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ചേച്ചിയുടെ അടുത്ത് കിടക്കാന്ന് കരുതി വന്നാൽ ഞാൻ. അപ്പോഴല്ലേ എൻ്റെ ഇച്ചായൻ്റെയും ചേച്ചിയുടെയും കട്ട റൊമാൻസ്. പിന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ആക്കണമെന്ന് കരുതി ഞാൻ പോയി കിടന്നുറങ്ങി. ഇരുവരും ചമ്മലോടെ മുഖത്തോട് മുഖം നോക്കി. ഈസ ഇരുവരുടെയും കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായി ചായ. ഇങ്ങനെയൊരു നിമിഷം എനിക്ക് ഒത്തിരി സന്തോഷമായി. അവരിരുവരും അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ അധികം വൈകാതെ എബി ആനിയുടെ കഴുത്തിൽ മിന്നു ചാർത്തി. അതെ, അമ്മയുടെ സ്ഥാനത്ത് ഇപ്പം ഞാനാട്ടോ. ആനിയുടെ കയ്യിലേക്ക് മെഴുകുതിരി കൊടുത്തുകൊണ്ട് ഈസ പറഞ്ഞു. അവളത് വാങ്ങി ചിരിച്ചുകൊണ്ട് മോളെ കെട്ടിപ്പിടിച്ചു. കെട്ടുകഴിഞ്ഞ ദിവസമാണെങ്കിലും മോളുടെ കാര്യങ്ങളൊന്നും ആനി ഒരു കുറവും വരുത്തിയില്ല. മോൾ ഉറങ്ങിയതിന് ശേഷമാണ് അവൾ എബിയുടെ റൂമിലേക്ക് പോയത്. റൂമിൽ കയറി വാതിലടച്ച ആനി റൂമിലാകെ നോക്കി. എബി അവിടെയൊന്നും കണ്ടില്ലായിരുന്നു. ഇതെവിടെ പോയി? അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എബി പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. അവൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി. അവൾ ഇരുകയ്യാലും തൻ്റെ സാരിയിൽ മുറുകെ പിടിച്ചു. അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ഇരുകൈകളും അവളുടെ തോളിലൂടെയിട്ട് ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു. അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിരുത്തി. അവനും അവൾക്കരികിലിരുന്നു. അവൻ അവളുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. തന്നോട് എങ്ങനെയാണോ ഞാൻ നന്ദി പറയാ? എന്തിനെന്ന ചോദ്യഭാവത്തോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. എനിക്കെൻ്റെ ഇസമോളുടെ കാര്യോർത്ത് വല്ലാത്ത ആധിയായിരുന്നു. എൻ്റെ കൂട്ടുകാരും എന്തിന് മിനി ചേച്ചി വരെ പറഞ്ഞു എന്നോടൊരു കല്യാണം കഴിക്കാൻ. ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടി ഇസമോളുടെ കാര്യം നോക്കുമെന്നാണ് അവർക്ക് എന്നോട് പറഞ്ഞ്. പക്ഷേ എനിക്കതിലൊട്ടും വിശ്വാസമില്ലായിരുന്നു. എൻ്റെ മോളെ ഞാൻ നോക്കുന്ന പോലെ ആരും നോക്കില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. എൻ്റെ ഇസമോളെ വേദനിപ്പിച്ചാൽ അത് പപ്പയ്ക്കും മമ്മിക്കും സഹിക്കാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ആ വിശ്വാസം തെറ്റാണെന്ന് താൻ എനിക്ക് തെളിയിച്ചു തന്നു. എൻ്റെ മോളെ ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് താൻ നോക്കി, തൻ്റെ സ്വന്തം മോളെ പോലെ. അവളവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവെന്ന് എനിക്കറിയില്ലായിരുന്നു ഇച്ചായ. പക്ഷേ പതിയെ അവൾ എനിക്ക് മകളായി. അവളിലൂടെ ഇച്ചായനും എൻ്റെ ആരൊക്കെയോ ആയി. ഇന്നൊന്ന് മാത്രമേ എനിക്കറിയാം, ഇച്ചായനും മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ്റെ വിരലുകളാൽ തുടച്ചു. അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇനി നമ്മൾ ഒന്നല്ലടി കൊച്ച്, ഞാനും താനും, പിന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ ഇസമോളും. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അതെ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാ. നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഇന്ന് ഓർക്കാനുള്ള ഈ ആദിരാത്രിയുടെ രസം നമുക്ക് കളയണ്ട. അവരൊരു കുസൃതിയോട് അവളോട് പറഞ്ഞു. അവൾ നാണത്താൽ തലകുനിച്ചു.
അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ മുഖമാകെ ചുംബനങ്ങൾ നൽകി. അവന്റെ മുഖം അവളുടെ കഴുത്തിലൂടെ സഞ്ചരിച്ചു. അവൾ അവന്റെ മുടികളിൽ കൈ കോർത്തു പിടിച്ചു. സാരിക്കിടയിലൂടെ അവൻ അവളുടെ വയറിൽ മുഖം അമർത്തി. അവളുടെ വയറിൽ അമർത്തി ചുംബിച്ചു. അവന്റെ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ സഞ്ചരിച്ചു. അവൾ അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. അവർ പരസ്പരം മത്സരിച്ചു, സ്നേഹിച്ചു. ഒടുവിൽ ഒരു കൊടുങ്കാറ്റായി അവൻ അവളിലേക്ക് പടർന്നു കയറി. കുറച്ച് നിമിഷത്തിന് ശേഷം അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ആനി. അവൻ തന്റെ കരവലയത്തിനുള്ളിൽ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇരു ചുണ്ടുകളിലും ഒരു മന്ദഹാസം നിറഞ്ഞു നിന്നു. പരസ്പരം മുഖത്തേക്ക് നോക്കാനാവാതെ നിറകണ്ണുകളോട് അവർ കെട്ടിപ്പിടിച്ച് കിടന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ അവരിരുവരും അവരുടെ ഇസമോളം ആവോളം ആസ്വദിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം ഇസമോളുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് ആനിയും മോളും കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ആനിക്ക് പെട്ടെന്ന് തലചുറ്റി വീണു. ഇസയാകെ പേടിച്ച് കരഞ്ഞു. അവിടെയുണ്ടായിരുന്നവർ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആനി വിളിച്ചതറിഞ്ഞ എബി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തി. മോളെ, ചേച്ചിക്ക് എന്താ പറ്റിയേ? ടെൻഷനോടെ എബി ചോദിച്ചു. അറിയില്ല ചായ, പെട്ടെന്ന് ചേച്ചി തലചുറ്റി വീണു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഒരു നേഴ്സ് വന്ന് അവരകത്തേക്ക് വിളിച്ചു. എന്താ ഡോക്ടർ ആനിക്ക്? എബി ആവലാതിയോടെ ഡോക്ടറെ നോക്കി. താൻ പേടിക്കണ്ട മിസ്റ്റർ എബിൻ. എബിൻ, പേടിക്കേണ്ട വിഷയമല്ല, സന്തോഷിക്കേണ്ട വിഷയമാണ്. ഷീസ് പ്രഗ്നന്റ്. 2 weeks ആയി താങ്കളുടെ കുഞ്ഞിനെ ആനി വയറ്റിൽ ചുമക്കാൻ തുടങ്ങിയിട്ട്. ഡോക്ടർ പറഞ്ഞു കേട്ട് എബി ആനിയെ സന്തോഷത്താൽ കെട്ടിപ്പിടിച്ചു. വീട്ടിൽ വന്ന ഉടനെ എബി ആനിയെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മവച്ചു. അവനവന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവൻ അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. അവളുടെ സാരി മാറ്റി വയറിൽ ഉമ്മവച്ചു. പപ്പയുടെ വാവ പപ്പയെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചു കേട്ടോ. മമ്മയെ വീഴിച്ചൂലേ? ഇനി പപ്പയുടെ വാവ കുറുമ്പൊന്നും കാണിച്ച് മമ്മയെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ. അവൻ എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു. രാത്രി എബി ബെഡിൽ കിടക്കുന്ന ആനിയുടെ അടുത്ത് ചെന്ന് കിടന്ന് അവളുടെ ടോപ്പ് വയറിൽ നിന്ന് ഉയർത്തി. അവളുടെ വയറിൽ മുഖം അമർത്തി വാവയോട് സംസാരിച്ചു. അവൻ ഉയർന്നു വന്ന് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചപ്പോൾ അവൾ മുഖം തിരിച്ചു. എന്നാണ് യോസേ, നിന്റെ മുഖത്ത് കടന്നു കുത്തിയ? അവൻ അവളുടെ മുഖം പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, വാവിന് മാത്രം മതിയല്ലോ ഇപ്പോ. അവൾ തിരിഞ്ഞു കിടന്നു. കുശുമ്പത്തി ഡി ഇങ്ങോട്ട് നോക്കി. അവൻ അവളുടെ തോളിൽ കൈവച്ചു. അവൾ അവന്റെ കൈ തട്ടി മാറ്റി. വേണ്ട, എന്നോട് കൊഞ്ചാ വരണ്ട. അതെയോ? എന്നെ കുശുമ്പത്തിയുടെ കുശുമ്പ് മാറ്റിയിട്ടുള്ള ബാക്കി കാര്യം. അവൻ അവളുടെ അടുത്ത് ചേർന്ന് കിടന്ന് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളുടെ ചെവിയിൽ മൃദുവായി കടിച്ചു. അവൾ തലയിണയിൽ മുറുകെ പിടിച്ചു. അവൻ അവളെ തിരിച്ചു കിടത്തി അവളുടെ കഴുത്തിൽ തന്നെ മുഖമമർത്തി. അവളുടെ കൈകൾ കോർത്ത് പിടിച്ച് അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. അവരുടെ അധരങ്ങളും നാവുകളും തമ്മിൽ പ്രണയം കൈമാറി. കുറച്ചു സമയത്തിന് ശേഷം അവൾ അവനെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ഡേ കുശുമ്പത്തി, നിന്റെ കുശുമ്പിപ്പ് മാറിയോ? കുശുമ്പ് ഒടുക്കത് കുശുമ്പാണല്ലോടി നിനക്ക്. പോടാ കള്ള നസ്രാണി. അവൾ അവന്റെ രോമാവൃതമായ നെഞ്ചിൽ മൃദുവായി കടിച്ചു. പട്ടി പട്ടി നിന്റെ കെട്ടിയോള്. അത് തന്നെയാടി പട്ടിക്കുട്ടി ഞാനും പറഞ്ഞേ. പോടാ അലവരാതി, അത് നിങ്ങൾ തന്നെയല്ലേ? അപ്പോഴേ നമ്മളിങ്ങനെ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരുന്നാലേ നമ്മുടെ ഇന്നത്തെ ഉറക്കം പോകും കേട്ടോടി കാന്താരി. വാ നമുക്ക് ഉറങ്ങാം. അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവനെ നെഞ്ചത്ത് തലവെച്ച് കിടന്നു. അവനും അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. മാസങ്ങൾക്ക് ശേഷം ലേബർ റൂമിന് മുമ്പിൽ തൻ്റെ പ്രാണനായവളെയും തൻ്റെ പൊന്നോമനെയും കാത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് എബി. ഈസ അവൻ്റെ അടുത്തേക്ക് വന്നു. ഈ ചായ ചേച്ചി? ചേച്ചിക്കൊന്നും പറ്റില്ല മോളെ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം നേഴ്സ് വന്ന് എബി അകത്തേക്ക് വിളിച്ചു. അവൻ പേടിയോടെ അവർ കൊടുത്ത ഗൗണും മാസ്കും ധരിച്ച് ആനിക്കരികിലേക്ക് ചെന്നു. അവളുടെ വേദന കണ്ട് അവന് ഹൃദയം കീറി മുറിക്കുന്ന വേദന തോന്നി. മോളെ, അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഈശായ. അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ആ വേദനകൾക്കിടയിലും തന്നെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ എന്തെന്നില്ലാത്ത വേദന തോന്നി. മോളെ, ഒന്നുമില്ലടാ, ഒന്നുമില്ല. അവൻ മാസ്ക് താഴ്ത്തി അവളുടെ നെറുകയിൽ മുത്തി. അവളുടെ കൈ തന്റെ കൈക്കുള്ളിലാക്കി ഒരു കൈ കൊണ്ട് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു സമയത്തിന് ശേഷം അവളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അവനൊന്ന് ഞെട്ടി അവളെ നോക്കി. ഒപ്പം തന്നെ കുഞ്ഞിന്റെ കരച്ചിലും. അല്പസമയത്തിന് ശേഷം നേഴ്സ് വെള്ളയിൽ പൊതിഞ്ഞൊരു മാലാക കുഞ്ഞിനെ എബിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൻ തന്റെ പൊന്നുമോളുടെ നെറ്റിയിൽ ഉമ്മവച്ചു. അവൻ മോളെ ആനയുടെ അടുത്ത് കിടത്തി. അവൾ കുഞ്ഞിന്റെ നെറുകയിൽ മുത്തി. ഇരുകണ്ണുകളിലും സന്തോഷത്തിന്റെ നീർത്തുള്ളികൾ നിറഞ്ഞു വന്നു.
എബി മോളെ ഈസ മോളുടെ കയ്യിൽ കൊടുത്തു. അവൾ കുഞ്ഞിനെ ഉമ്മവച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവരുടെ കുഞ്ഞുമാലാകെ എപ്പോഴും ഈസമോളുടെ അടുത്താണ്. അവളാണ് അവൾക്കെല്ലാം. എബിയും മാനി അവളുടെ മക്കളായ ഈസമോൾക്കും കുഞ്ഞുമാലാകയ്ക്കുമോ പഠിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ആരുമില്ലാതിരുന്നവർക്ക് ഇന്നവരെല്ലാമാണ്. അവരങ്ങനെ ജീവിക്കട്ടെ അല്ലേ? അതെ, അവരങ്ങനെ അവരുടേതായ കൊച്ചു സ്വർഗത്തിൽ ജീവിക്കട്ടെ, കൊതി തീരുവോളം.